നമസ്കാരം സുഹൃത്തുക്കളെ, നിങ്ങളെല്ലാവർക്കും കേരള പ്രൈം ന്യൂസിലേക്ക് സ്വാഗതം. ചാലു നോക്കാം കേരളത്തിലെ എല്ലാ 14 ജില്ലകളിലെ ചെറുതും വലുതുമായ വാർത്തകളിലേക്ക്. പക്ഷേ അതിനു മുമ്പ് നിങ്ങൾ ഈ വീഡിയോ ഏത് ജില്ലയിൽ നിന്നോ, ഗ്രാമം, നഗരം അല്ലെങ്കിൽ മൊഹല്ലയിൽ നിന്നോ ആണ് കാണുന്നത് എന്ന് കമന്റ് ചെയ്ത് നിർബന്ധമായും അറിയിക്കൂ. അങ്ങനെ ചെയ്താൽ നിങ്ങളുടെ ഗ്രാമം, നഗരം, മൊഹല്ലയിലെ വാർത്തകൾ നിങ്ങൾക്കെത്തിക്കാൻ ഞങ്ങൾക്ക് ആദ്യം തന്നെ കഴിയും. വാർത്തകൾ തുടങ്ങുന്നതിന് മുമ്പ് ഒരു ചെറിയ റിക്വസ്റ്റ് ഉണ്ട്. ദയവായി ഈ വീഡിയോ ലൈക്ക് ചെയ്യൂ. കാരണം നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുമ്പോഴാണ് യൂട്യൂബ് ഈ വീഡിയോ കൂടുതൽ ആളുകൾക്ക് കാണിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് നിങ്ങളുടെ ഓരോ ലൈക്കും വളരെ അത്യാവശ്യമാണ്. കേരള നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ രാവിലെ സമയങ്ങളിൽ സ്ഥിരതയുള്ള വോട്ടർ പങ്കാളിത്തം രേഖപ്പെടുത്തി. 11 മണിയോടെ സംസ്ഥാനത്ത് ശ്രദ്ധേയമായ വോട്ടിംഗ് ശതമാനം രേഖപ്പെടുത്തിയതിൽ എറണാകുളം, കോഴിക്കോട് ജില്ലകളിൽ ഉയർന്ന പ്രവണത കാണപ്പെട്ടു. നിരവധി ബൂത്തുകളിൽ സ്ത്രീകളും മുതിർന്ന പൌരന്മാരും വലിയ എണ്ണത്തിലെത്തി. സെൻസിറ്റീവ് സ്റ്റേഷനുകളിൽ കേന്ദ്രസേനയുടെ വിന്യാസത്തോടെ സുഗമമായ നടപടികൾ നടന്നുവെന്ന് തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചു. ദുർബല വോട്ടിംഗ് കേന്ദ്രങ്ങളിൽ വെബ്കാസ്റ്റിംഗും AI നിരീക്ഷണവും സുതാര്യത ഉറപ്പാക്കി. ഉച്ചകഴിഞ്ഞ മണിക്കൂറുകളിൽ കൂടുതൽ വോട്ടർമാർ ബൂത്തുകളിലേക്ക് നീങ്ങുന്നതിനാൽ വോട്ടിംഗ് വർദ്ധിക്കുമെന്നാണ് പ്രതീക്ഷ. കേരളത്തിൽ സർക്കാർ സഹായധനമുള്ളതും സ്വകാര്യവുമായ എല്ലാ സ്കൂളുകളും, കോളേജുകളും മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഇന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിനായി അടച്ചിട്ടു. സമാധാനപരമായ വോട്ടിംഗ് സൌകര്യമാക്കുന്നതിനായി ഏപ്രിൽ 9 എല്ലാ സ്ഥാപനങ്ങൾക്കും പൊതു അവധി പ്രഖ്യാപിച്ചതായി കേരള സർക്കാർ അറിയിച്ചു. ഈ നടപടി ബൂത്തുകളുടെ സമീപത്തുള്ള ഇടപെടലുകൾ തടയുകയും ആവശ്യമായിടങ്ങളിൽ ജീവനക്കാർക്ക് തിരഞ്ഞെടുപ്പ് ചുമതലകളിൽ സഹായിക്കാൻ അവസരം നൽകുകയും ചെയ്തു. പുതുച്ചേരിയിലും സമാന അടച്ചിടലുകൾ നടപ്പാക്കി. നാളെ മുതൽ സാധാരണ ക്ലാസുകളും വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളും പുനരാരംഭിക്കുമെന്നാണ് പ്രതീക്ഷ. CPIയുടെ നേതൃത്വത്തിലുള്ള LDF മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ അപൂർവമായ മൂന്നാമത്തെ തുടർച്ചയായ കാലാവധി നേടുമെന്ന ശക്തമായ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. പ്രചാരണത്തിൽ ക്ഷേമ പദ്ധതികൾ, വയനാട് ഉരുൾപൊട്ടൽ പോലുള്ള പ്രതിസന്ധി കൈകാര്യം ചെയ്യൽ, വിവിധ വികസന പ്രവർത്തനങ്ങൾ എന്നിവയ്ക്ക് പ്രാധാന്യം നൽകി. ഉയർന്ന സുരക്ഷയ്ക്കിടയിൽ വിജയൻ തന്റെ വോട്ട് രേഖപ്പെടുത്തി ജനങ്ങളുടെ തുടർച്ചയായ പിന്തുണയിൽ വിശ്വാസം ആവർത്തിച്ചു. എന്നാൽ ചില കോട്ടകളിൽ ഭരണവിരുദ്ധ പ്രവണതയും ആഭ്യന്തര വെല്ലുവിളികളും മുന്നണിക്ക് ആശങ്കയായി തുടരുന്നു. മുൻ തിരഞ്ഞെടുപ്പുകളേക്കാൾ വലിയ വിജയം നേടുമെന്ന് LDF നേതാക്കൾ അവകാശപ്പെട്ടു. കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള UDF സംസ്ഥാനത്ത് തുടർച്ചയായ തോൽവികൾക്ക് ശേഷം അധികാരം തിരിച്ചുപിടിക്കാൻ ശ്രമിക്കുകയാണ്. VD സതീശൻ പോലുള്ള നേതാക്കൾ വോട്ട് രേഖപ്പെടുത്തിയ ശേഷം മുന്നണി 100-ലധികം സീറ്റുകൾ നേടുമെന്ന് പ്രവചിച്ചു. പ്രചാരണത്തിൽ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി, തൊഴിലില്ലായ്മ, ഭരണത്തിലെ അപാകതകൾ എന്നാരോപിച്ച കാര്യങ്ങൾ എന്നിവയ്ക്ക് മുന്നണി ഊന്നൽ നൽകി. പെൻഷൻ വർധനയും സ്ത്രീകൾക്ക് സൌജന്യ ബസ് യാത്രയും വാഗ്ദാനങ്ങളിൽ ഉൾപ്പെടുത്തി. BJPയുടെ നേതൃത്വത്തിലുള്ള NDA കേരള രാഷ്ട്രീയത്തിൽ തന്റെ അടിത്തറ വിപുലീകരിക്കാൻ ശക്തമായി തിരഞ്ഞെടുപ്പിലിറങ്ങി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി യുവാക്കളിലും സ്ത്രീകളിൽ പ്രത്യേകിച്ച് വലിയ വോട്ടർ പങ്കാളിത്തത്തിന് ആഹ്വാനം ചെയ്തു. വികസനം, അടിസ്ഥാന സൌകര്യ പദ്ധതികൾ, ദേശീയ വിഷയങ്ങൾ എന്നിവ മുന്നണിയാക്കി LDFനെയും UDFനെയും വിമർശിച്ചു. തിരുവനന്തപുരം പോലുള്ള നഗരപ്രദേശങ്ങളിലെ സമീപകാല തദ്ദേശ സ്വയംഭരണ നേട്ടങ്ങളെ അടിസ്ഥാനമാക്കി ഈവണ നിയമസഭയിൽ ശ്രദ്ധേയമായ തുടക്കം നേടുകയാണ് NDAയുടെ ലക്ഷ്യം. കേരള ലോട്ടറി വകുപ്പ് നിയമസഭാ തിരഞ്ഞെടുപ്പിനെ തുടർന്ന് ഏപ്രിൽ 9 നിശ്ചയിച്ചിരുന്ന കരുണ പ്ലസ് KN 618 ഡ്രോ മാറ്റിവെച്ചു. പുതിയ തീയതി ഉടൻ പ്രഖ്യാപിക്കുമെന്ന് വകുപ്പ് അറിയിച്ചു. വോട്ടിംഗ് പ്രവർത്തനങ്ങളുമായി ഏത് തരത്തിലുള്ള ഓവർലാപ്പും ഒഴിവാക്കുന്നതിനുള്ള പതിവ് നടപടിയാണിത്. സംസ്ഥാനത്തുടനീളമുള്ള മറ്റ് ലോട്ടറി പ്രവർത്തനങ്ങളും തിരഞ്ഞെടുപ്പ് നടപടികളിൽ തടസ്സമുണ്ടാകാതിരിക്കാൻ ക്രമീകരിച്ചു. വോട്ടിംഗിന് മുമ്പ് നിർബന്ധമായ 48 മണിക്കൂർ മൌനകാലം പ്രാബല്യത്തിലുണ്ടായിരുന്നു. റാലികളും പ്രസംഗങ്ങളും പൊതുപ്രചാരണവും നിരോധിച്ചു. ഇതിന് പിന്നാലെ തൃശൂർ, പാലക്കാട് തുടങ്ങിയ ജില്ലകളിൽ അനധികൃത സ്വാധീനവും പണം വിതരണം ചെയ്തുവെന്നതുമായ പരാതികൾ ഉയർന്നു. ജില്ലാ ഭരണകൂടവും തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഈ റിപ്പോർട്ടുകൾ അടിയന്തരമായി പരിശോധിച്ചു. വെബ്കാസ്റ്റിംഗും സുരക്ഷാസേനയും വഴി കർശന നിരീക്ഷണം നടത്തി സ്വതന്ത്രവും നീതിപൂർവവുമായ വോട്ടിംഗ് ഉറപ്പാക്കുകയാണ് ലക്ഷ്യം. മുഖ്യ തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥൻ ഇന്ന് നടന്ന തിരഞ്ഞെടുപ്പിനായി 30,495 ബൂത്തുകളും കേന്ദ്രസേന ഉൾപ്പെടെയുള്ള വിപുലമായ സുരക്ഷാ സംവിധാനങ്ങളും സ്ഥിരീകരിച്ചു. മുതിർന്ന പൌരന്മാർക്കും ഭിന്നശേഷിയുള്ളവർക്കും സ്ത്രീകൾക്കും പ്രത്യേക സൌകര്യങ്ങളൊരുക്കി. സെൻസിറ്റീവ് കേന്ദ്രങ്ങളിൽ AI അധിഷ്ഠിത നിരീക്ഷണവും വെബ്കാസ്റ്റിംഗും സുതാര്യത ഉറപ്പാക്കി. വോട്ടിംഗ് യന്ത്രങ്ങളിൽ നിന്ന് ശക്തമായ മുറികളിലേക്കുള്ള എല്ലാ ലോജിസ്റ്റിക്കൽ തയ്യാറെടുപ്പുകളും മുൻകൂട്ടി പൂർത്തിയാക്കിയിരുന്നു. 2026 കേരള തെരഞ്ഞെടുപ്പുകളിൽ ശബരിമലയും മതപരമായ ഔട്ട്റീച്ചും ഉൾപ്പെടുന്ന വിഷയങ്ങളോടെ വർദ്ധിച്ച സാമുദായിക പ്രസ്താവനകൾ പ്രചാരണത്തിൽ ആധിപത്യം നേടി. നിരവധി മണ്ഡലങ്ങളിൽ മത്സരം ത്രികോണവും സാമുദായികമായി ചൂടേറിയതുമായതായി വിശകലകർ ചൂണ്ടിക്കാട്ടി. ചില മേഖലകളിൽ തെരഞ്ഞെടുപ്പ് നേട്ടത്തിനായി CPIM മതേതരത്വം മൃദുവാക്കിയെന്ന് UDF ആരോപിച്ചു. കക്ഷികൾ ആരോപണങ്ങൾ നിഷേധിച്ചപ്പോൾ മൌനകാലത്തിനു മുമ്പ് ഭരണവും ക്ഷേമവും കേന്ദ്രീകരിച്ച് അവസാന അപ്പീലുകൾ നടത്തി. ഇന്ന് പ്രധാന പോരാട്ടങ്ങൾ ശ്രദ്ധേയമായി. പിണറായി വിജയൻ ധർമ്മടം മണ്ഡലത്തിൽ മത്സരിക്കുന്നു. തൃശൂർ, പാലക്കാട്, മലപ്പുറം, പെരുമ്പ്ര എന്നിവിടങ്ങളിലെ ഹൈപ്രൊഫൈൽ മത്സരങ്ങൾ വലിയ ശ്രദ്ധ നേടി. കണ്ണൂർ പോലുള്ള ചില CPM കോട്ടകളിൽ ആഭ്യന്തര വിമതർ ഔദ്യോഗിക സ്ഥാനാർത്ഥികളെ വെല്ലുവിളിച്ചു. പാലാ പോലുള്ള സീറ്റുകളിൽ കേരള കോൺഗ്രസ് M സ്ഥാപകൻ KM മാണിയുടെ ചരമവാർഷികത്തോടൊപ്പം ചില നേതാക്കൾക്ക് വികാരപരമായ പ്രാധാന്യവുമുണ്ടായി.
ഈ തെരഞ്ഞെടുപ്പുകൾക്ക് മുമ്പ് നടത്തിയ വോട്ടർ പട്ടികയുടെ പ്രത്യേക തീവ്ര പരിഷ്കരണം ചില ഒഴിവാക്കലുകളും ഉൾപ്പെടുത്തലുകളും നടന്നുവെന്ന ആരോപണങ്ങളാൽ വിമർശനം ഏറ്റുവാങ്ങി. ആശങ്കകൾക്കിടയിലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രക്രിയ സുതാര്യവും നീതിപൂർവവുമാണെന്ന് അറിയിച്ചു. പരിഷ്കരണത്തിന് ശേഷം നടന്ന ആദ്യ നിയമസഭാ തെരഞ്ഞെടുപ്പാണിത്. അന്തിമ പട്ടികയിൽ 2.71 കോടി വോട്ടർമാരുണ്ട്. LDF പൊതുജനാരോഗ്യ മാതൃക, കുറഞ്ഞ ശിശുമരണ നിരക്ക്, സാമൂഹിക ക്ഷേമ നേട്ടങ്ങൾ എന്നിവയെ പ്രചാരണത്തിന്റെ കേന്ദ്രവിഷയമാക്കി. UDF യുവാക്കൾക്കായുള്ള സാമ്പത്തിക പുനരുജ്ജീവനവും തൊഴിൽ സൃഷ്ടിയും വാഗ്ദാനം ചെയ്ത് മറുപടി നൽകി. NDA അടിസ്ഥാന സൌകര്യ പദ്ധതികളും വംശവാദ രാഷ്ട്രീയത്തിന് അവസാനം കുറിക്കലും മുന്നോട്ടുവച്ചു. മനുഷ്യ വന്യജീവി സംഘർഷ നിവാരണവും റബ്ബർ കർഷകർക്കുള്ള പിന്തുണയും എല്ലാ മുന്നണികളുടെ പ്രഖ്യാപന പത്രങ്ങളിൽ പ്രധാനമായി ഇടം നേടി. ഉയർന്ന വർഗത്തിലുള്ള കർഷകരും വന്യജീവി സംഘർഷം ബാധിച്ച സമൂഹങ്ങളും പ്രചാരണകാലത്ത് ശ്രദ്ധ നേടി. നിയമപരമായ പരിധിക്കുള്ളിൽ പിന്തുണ ഉറപ്പു നൽകിയതായി പിണറായി വിജയൻ അറിയിച്ചു. വയനാട് ഉരുൾപൊട്ടൽ ഇരകൾക്കായുള്ള സഹായം സർക്കാർ നേട്ടമായി അവതരിപ്പിച്ചപ്പോൾ നടപ്പാക്കലിന്റെ വേഗതയെക്കുറിച്ച് പ്രതിപക്ഷം ചോദ്യമുയർത്തി. റബ്ബർ കർഷകരുടെ ആശങ്കകൾ ഗ്രാമീണ വോട്ടിംഗ് മുൻഗണനകളിൽ മറ്റൊരു പാളി കൂട്ടിച്ചേർത്തു. യുണൈറ്റഡ് ഡെമോക്രാറ്റിക് ഫ്രണ്ട് അവരുടെ പ്രഖ്യാപന പത്രത്തിൽ സാമൂഹിക സുരക്ഷാ പെൻഷനുകൾക്ക് നിയമപരമായ പരിരക്ഷ, സ്ത്രീകൾക്ക് സൌജന്യ ബസ് യാത്ര, മെച്ചപ്പെട്ട ആരോഗ്യ പദ്ധതികൾ, യുവതൊഴിൽ പിന്തുണ എന്നിവ വാഗ്ദാനം ചെയ്തു. സംസ്ഥാനത്തിന്റെ കടബാധ്യതയും തൊഴിലില്ലായ്മയും ശക്തമായി ലക്ഷ്യമാക്കി. ഇടവേളയ്ക്ക് ശേഷം അധികാരത്തിലെത്തുമ്പോൾ ഉൾക്കൊള്ളുന്ന വികസനത്തിൽ കേന്ദ്രീകരിക്കുന്ന പ്രായോഗിക ഐച്ഛികമായി UDFിനെ രേഖ അവതരിപ്പിച്ചു. പ്രചാരം അവസാനിച്ചിട്ടും ഒല്ലൂർ, പാലക്കാട് തുടങ്ങിയ മേഖലകളിൽ വോട്ടർ പ്രേരണാ റിപ്പോർട്ടുകൾ പുറത്തുവന്നു. പണം വിതരണം ചെയ്തുവെന്നതും അനധികൃത സമ്മർദ്ദവും സംബന്ധിച്ച പരാതികൾ തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധിച്ചു. എല്ലാ ജില്ലകളിൽ തിരഞ്ഞെടുപ്പ് അഖണ്ഡതയും മാതൃകാ പെരുമാറ്റച്ചട്ടവും നിലനിർത്താൻ ത്വരിത നടപടി സ്വീകരിച്ചു. സ്ത്രീകൾ ഫലത്തെ ഗണ്യമായി സ്വാധീനിക്കുമെന്നാണ് പ്രതീക്ഷ. പ്രചാരണത്തിൽ മുന്നണികൾ ലക്ഷ്യമിട്ട ക്ഷേമ വാഗ്ദാനങ്ങൾ നൽകി. വോട്ടിംഗ് ബൂത്തുകളിൽ മുതിർന്ന വനിതാ വോട്ടർമാർക്ക് മുൻഗണനാ നിരയും സഹായവും നൽകി. പ്രാരംഭ പ്രവണതകൾ പല മണ്ഡലങ്ങളിലും ശക്തമായ വനിതാ പങ്കാളിത്തം സൂചിപ്പിച്ചു. വോട്ടിംഗ് ആരംഭിക്കുന്നതിനു മുമ്പുള്ള അവസാനഘട്ടത്തിൽ സ്ത്രീകളിലേക്കുള്ള ഔട്ട്റീച്ച് കക്ഷികൾ ശക്തമാക്കി. ശബരിമലയിൽ സ്ത്രീപ്രവേശനവും അനുബന്ധ സുപ്രീംകോടതി പരാമർശങ്ങളും ചുറ്റിപ്പറ്റിയുള്ള ചർച്ചകൾ ചില വോട്ടർ വിഭാഗങ്ങളിൽ തുടർന്നു. അനുയോജ്യ മേഖലകളിൽ NDA മതവികാരങ്ങൾ പ്രയോജനപ്പെടുത്തി. പരമ്പരാഗത ആചാരങ്ങളെ അന്ധവിശ്വാസമെന്ന് വിളിക്കാനാകില്ലെന്ന കേന്ദ്രത്തിന്റെ നിലപാട് രാഷ്ട്രീയ ചർച്ചകളിൽ ഇടം നേടി. മലപ്പുറം ജില്ലയിൽ പരമ്പരാഗതമായി UDF ശക്തമായ 16-ൽ 13 സീറ്റുകളോടെ പൊന്നാനി, തിരൂർ, മങ്കട മണ്ഡലങ്ങളിൽ കടുത്ത പോരാട്ടങ്ങൾ നടന്നു. നിലപാട് നിലനിർത്തുമെന്ന ആത്മവിശ്വാസം മുന്നണി പ്രകടിപ്പിച്ചപ്പോൾ LDFും NDAയും പ്രാദേശിക ക്യാമ്പയിനുകൾ വഴി ലക്ഷ്യചൂണ്ടിയ കടന്നുകയറ്റം നടത്തി. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ തുടങ്ങിയ ജില്ലകളിൽ 3 മുന്നണികൾ തമ്മിൽ കടുത്ത ത്രികോണ പോരാട്ടങ്ങൾ കണ്ടു. സമീപകാല നഗരനേട്ടങ്ങൾ ചില പോക്കറ്റുകളിൽ NDAയുടെ സാധ്യത വർദ്ധിപ്പിച്ചു. ഈ തെക്കൻ മേഖലകളിൽ സ്വാധീനം നിലനിർത്തുകയോ നേടുകയോ ചെയ്യാൻ LDFും UDFും ശക്തമായി ശ്രമിച്ചു. കണ്ണൂർ ജില്ലയ്ക്കുള്ളിൽ തളിപ്പറമ്പ, പയ്യന്നൂർ മണ്ഡലങ്ങളിൽ പ്രധാന വിമതർ ഔദ്യോഗിക CPM സ്ഥാനാർത്ഥികളെ വെല്ലുവിളിച്ചു. പാർട്ടി ടിക്കറ്റ് തീരുമാനങ്ങളിലെ അസന്തോഷം ഈ പരമ്പരാഗത കോട്ടകളിലെ വോട്ടിംഗ് മാതൃകകളെ സ്വാധീനിക്കാം. ആഭ്യന്തര ഭിന്നത മത്സരങ്ങൾക്ക് അധിക ആകർഷണം കൂട്ടും. ഉയർന്ന ആയുസ്സുൾപ്പെടെയുള്ള സംസ്ഥാനത്തിന്റെ പൊതുജനാരോഗ്യ നേട്ടങ്ങൾ പ്രചാരണത്തിൽ LDFിന്റെ മുഖ്യവിഷയമായി. സമീപകാല കുറവുകൾ നിലത്തുതന്നെ പ്രതിപക്ഷത്തിന്റെ കടുത്ത വിമർശനം നേടി. പരിഹാര നടപടികൾക്ക് വാഗ്ദാനം നൽകിയ മുഖ്യമന്ത്രി വിജയൻ കഴിഞ്ഞ വർഷങ്ങളിലെ സമഗ്ര പുരോഗതിയും പ്രദർശിപ്പിച്ചു. വിവിധ ക്ഷേമ പദ്ധതികളെ അഭിനന്ദിച്ചിട്ടും യുവ വോട്ടർമാർ തൊഴിലില്ലായ്മയും സാമ്പത്തിക അവസരങ്ങളുമായുള്ള ആശങ്കകൾ പ്രകടിപ്പിച്ചു. സംസ്ഥാനത്തിലെ കടബാധ്യതകളും കഴിവ് വികസന ആവശ്യങ്ങളും പരിഹരിക്കാൻ എല്ലാ മുന്നണികളും യുവകേന്ദ്രിത വാഗ്ദാനങ്ങൾ പ്രഖ്യാപന പത്രങ്ങളിൽ ഉൾപ്പെടുത്തി. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വോട്ടിംഗ് സ്റ്റേഷനുകളിൽ വ്യാപകമായി AI നിരീക്ഷണവും വെബ്കാസ്റ്റിംഗും വിന്യസിച്ചു. മൌനകാലത്ത് മാതൃകാ പെരുമാറ്റച്ചട്ട ലംഘനങ്ങൾക്കെതിരെ ഉടൻ നടപടി സ്വീകരിച്ചു. സ്വതന്ത്രവും നീതിപൂർവവുമായ വോട്ടിംഗ് ഉറപ്പാക്കാൻ സെൻസിറ്റീവ് മേഖലകൾ കർശനമായി നിരീക്ഷിച്ചു.